ഒരു 3 വർഷമായിട്ട് എനിക്ക് ജോലിയില്ല. അങ്ങനെ ഒരു അവസരത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എന്നെ എങ്ങനെയാണ് ഇത് സ്പർശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ ഒരു വേട് പറഞ്ഞത്, തോറ്റവൻ്റെ കൂടെയാണ് ദൈവം. കാണുന്നവരും എല്ലാവരും എന്തായി അപ്ലൈ ചെയ്യുന്നില്ലേ, നോക്കുന്നില്ലേ, അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ കണ്ടിന്യൂസ് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം 75ഓളം ഇന്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു. ഉടമ്പടി എടുത്തതിന് ശേഷം 1 വർഷം കൃത്യമായിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു. എന്നെ ഒരുക്കുകയായിരുന്നു. 1 വർഷം എന്നെ ആ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരികയും എങ്ങനെ ചെയ്യണം, എങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, ദൈവത്തോട് ചേർന്ന് നിന്ന് എങ്ങനെ ആ ഒരു ബന്ധം വളർത്തിയെടുക്കണം എന്നുള്ളതിനുള്ള ഒരു ക്ലാസ് ആയിരുന്നു എനിക്ക്. നമുക്കങ്ങനെ ഒരു ജോലി കിട്ടിയാൽ മാത്രം പോരല്ലോ, അത് മാതാവ് തന്നതാണെന്നൊരു സാക്ഷ്യം എനിക്ക് പറയണം ഈ ആൾക്കാർ. നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഞാനുമായി. കാര്യം അത്രത്തോളം പ്രഷർ എനിക്ക് ഫാമിലിയിൽ നിന്നും പുറത്തുനിന്നൊക്കെ വരിക. അതിനുശേഷം ഒരു ഇന്റർവ്യൂ വന്നിട്ട് ഇതെല്ലാം അറ്റൻഡ് ചെയ്തു. മാതാവ് എന്നെ കൊണ്ടുവരുന്ന ഒരു വഴിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇന്റർവ്യൂ എല്ലാം പാസ്സായിട്ട് അവരെന്നെ സെലക്ട് ചെയ്തിട്ട് എന്റെ വീടിനടുത്ത് 4 കിലോമീറ്ററിനപ്പുറത്താണ് ഈ കമ്പനി. ഞാൻ 1 വർഷമായിട്ട് ജോലി സെർച്ച് ചെയ്യുന്നു. ഞാൻ ഈ കമ്പനി കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ ഞാൻ ഇത്രത്തോളം ഇന്റർവ്യൂ, ഏകദേശം 75ഓളം ഇന്റർവ്യൂസ് ഞാൻ മുംബൈയിൽ കൊടുത്തു. അതൊന്നും കിട്ടാത്ത കാര്യം എന്റെ വീടിന്റെ 4 കിലോമീറ്ററിനപ്പുറത്താണ് ഇത് നടക്കുന്നത്. ഞാൻ അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ സർട്ടിഫിക്കറ്റ് ചോദിച്ചു, സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തു, എനിക്ക് ജോലി ലഭിച്ചു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ ഫാമിലി മുംബൈയിലാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ എനിക്ക് വീണ്ടും നാട്ടിലേക്കുള്ള ഹയറിംഗ് വരികയാണ്. ടീം ഹെഡിന്റെ നാട്ടിൽ പോകേണ്ടിയവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ സീനിയർ മാനേജർക്ക് ചോദിച്ചു, സർ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തോട്ടെ, എങ്ങനെയായിരിക്കും ഇതിന്റെ എക്സ്പീരിയൻസ് അതെന്നറിയാലോ. പുള്ളി 2 മിനിറ്റ് ആലോചിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ശരി നീ അപ്ലൈ ചെയ്തു, നിനക്കൊരു എക്സ്പീരിയൻസ് ആകുമല്ലോ. അങ്ങനെ 2 പേര് ഇന്റർവ്യൂ ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് എനിക്കൊരു ഹോപ്പുമില്ല, കാര്യം ഞാൻ ആശിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് എനിക്കുള്ള ഓപ്പർച്യൂണിറ്റി അല്ല. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ എൻ്റെ റിസൾട്ട് വരികയാണ്. ഞാൻ ടീം ഹെഡായിട്ട് പ്രൊമോഷനായി. വിശ്വസിക്കാനേ പറ്റില്ല. എൻ്റെ ശമ്പളം അതിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഊഹിക്കാവുന്നതിന് അപ്പുറത്താണ്. സിമ്പിളായിട്ട് പറയാണ്, ലക്ഷങ്ങൾ വരും. അത് എൻ്റെ സാലറിക്ക് പുറമെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് ചെറിയൊരു ശമ്പളത്തിൽ നിന്ന് എന്നെ ഇത്ര ഉയർത്താന്ന് പറഞ്ഞാൽ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നും അതേ ഞാൻ ഉടമ്പടി എടുത്ത ആ വീര്യത്തോടും ആർജവത്തോടും ഞാൻ ഈ ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. എന്നും ഈ ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു.